തൊട്ടു മുമ്പ് ഒരു സംഭവമാണ് പറഞ്ഞത്. ഒരു തോട്ടവുമായി, ഒരു കൃഷിയിടവുമായി ബന്ധപ്പെട്ട് അവിടെ രണ്ട് കൂട്ടുകാരുടെ സംഭവമാണ് പറഞ്ഞത്. ആ മനുഷ്യൻ്റെ കൃഷിയിടം ഒന്നായിട്ട് പെട്ടെന്ന് തകർന്നു പോയതിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല അടുത്തത് പറയുന്നത്, ഈ ലോക ജീവിതം തന്നെ അങ്ങനെയാണ്. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ. ലൗകിക ജീവിതം എങ്ങനെയാണെന്ന് മനുഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് കമാഇൻ, വെള്ളം പോലെയാണ്. വെള്ളത്തോട് ലൗകിക ജീവിതത്തെ ഉപമിച്ചതിന് ഇമാം ഖുർത്തുബി, പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവാണ്, ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, വെള്ളവും ഈ ലോകത്തിൻ്റെ സ്വഭാവവുമായി ചില സാമ്യതകളുണ്ട് എന്നാണ്. വെള്ളം ഒരിടത്തും നിൽക്കുന്നതല്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് വെള്ളത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളും സുഖങ്ങളും അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ പൈസയെക്കുറിച്ച് മുമ്പൊക്കെ പറയുന്ന ചക്രം എന്നാണ്. ചക്രം എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന സാധനമാണല്ലോ. ഒരാളുടെ കയ്യിലും അത് ഉറച്ചു നിൽക്കില്ല. ഒരു ദിവസം ഒരാളുടെ കയ്യിലാണെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ അത് വേറൊരാളുടെ കയ്യിലായിരിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ, ആനന്ദങ്ങൾ എല്ലാം അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഒരു ദിവസം ഒരാളുടെ അടുത്ത് വന്ന് നിൽക്കും, അടുത്ത ദിവസം വേറൊരാളുടെ അടുത്തേക്ക് പോകും. അങ്ങനെ സ്ഥിരതയില്ലാത്തതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, വെള്ളം അളവ് കൂടുന്നതിനനുസരിച്ച് ഒഴുക്കിൻ്റെ വേഗത കൂടും. അളവ് കുറയുമ്പോൾ ഒഴുക്കിൻ്റെ വേഗതയും കുറയും. വലിയ മലവെള്ളപ്പാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ അളവിലാണ് വെള്ളം ഒഴുകി വരുന്നത്. ആ പ്രദേശം മുഴുവൻ നശിപ്പിച്ച് അത് കടലിൽ ചെന്ന് എത്തിയാലേ അതിന് സമാധാനമുള്ളൂ. എന്നാൽ ആ പുഴ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ചെറിയ അളവിലായിരിക്കും ഒഴുകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ലൗകികമായ വസ്തുക്കൾ, വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ എത്ര കൂടുന്നോ അതനുസരിച്ച് ചെലവിൻ്റെ വഴികൾ ഒരുപാട് കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നിനും നിയന്ത്രണം കിട്ടുകയില്ല. എത്ര വരുമാനമുള്ള ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തികം പ്രതിസന്ധിയാണ് എന്ന് പറയും. ഇത് വെള്ളത്തിനോട് അല്ലാഹു തആല ഉപമിച്ചതിൻ്റെ വെള്ളത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതായിട്ട് മനസ്സിലാക്കാമെന്നാണ്. മറ്റൊന്ന്, വെള്ളം നല്ല പല സ്വഭാവത്തിലുള്ള വെള്ളമുണ്ട്. നല്ല ഏറ്റവും ശുദ്ധമായ പാനീയമുണ്ട്. ഏറ്റവും ശുദ്ധമായ കണ്ണീർ ജലം എന്നൊക്കെ നമ്മൾ പറയുന്ന കണ്ണീർത്തടം എന്നൊക്കെ പറയും. നല്ല ശുദ്ധമായ വെള്ളമുണ്ട്. എന്നാൽ മനുഷ്യന് അടുത്തോട്ട് പോകാൻ പോലും കഴിയാത്ത ദുർഗന്ധം വമിക്കുന്ന വെള്ളമുണ്ട്. ഇതുപോലെയാണ് ഓരോരുത്തരുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ അവസ്ഥ. ചിലത് നല്ല ശുദ്ധമായ ശരിയായ മാർഗത്തിലൂടെ അനുവദനീയമായ വഴിയിലൂടെ സമ്പാദിച്ചുണ്ടാക്കിയ ത്വയ്യിബായ മുതലാണ്. ഖുലൂ മിന ത്വയ്യിബാതി വഅമലൂ സാലിഹ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു തആല പ്രവാചകന്മാരോട് ചെയ്ത അതേ കൽപ്പന തന്നെ മുഅ്മിനീങ്ങളോടും ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുർസലുകളോട്, പ്രവാചകന്മാരോടെല്ലാം അള്ളാഹു പറഞ്ഞ ഒരു കൽപ്പനയാണ്. എന്ത്? കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ ശുദ്ധമായത് മാത്രമേ തിന്നാവൂ. ന്യായമായ വഴിയിലൂടെ, വിഹിതമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതല്ലാത്ത ഒന്നും നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പ്രവാചകന്മാരോട് അല്ലാഹു തആല കൊടുത്ത കർശനമായ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അതേപോലെ മുഴുവൻ മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല നൽകിയിരിക്കുന്നു. കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹ, നിങ്ങൾ ഏറ്റവും ശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കാവൂ. എന്നിട്ട് ഏറ്റവും നല്ല കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം. നല്ലത് ഭക്ഷിച്ചാൽ നല്ലത് ചെയ്യാനുള്ള സൗഭാഗ്യമുണ്ടാകുമെന്ന് ഈ 2 വാക്കിനെയും ചേർത്തുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും വെള്ളം പല സ്വഭാവത്തിലുള്ളതാണ്. ശുദ്ധമായ കുടിവെള്ളവുമുണ്ട്, അശുദ്ധമായ ആർക്കും മനുഷ്യന് ഉപയോഗിക്കാൻ തന്നെ പറ്റാത്ത തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന
വെള്ളവുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ നേടുന്ന സമ്പത്ത് വളരെ ശുദ്ധമായ സുന്ദരമായ സമ്പത്തുകളുണ്ട്, എന്നാൽ അശുദ്ധമായ ഒന്നിനും പറ്റാത്തതുകൊണ്ട്. എന്നാൽ നമ്മൾ വേറൊരു നിലയിൽ കൂടി ചിന്തിച്ചാൽ അശുദ്ധ ജലമാണ്, ഉപയോഗശൂന്യമായ ജലത്തിന്റെ അളവായിരിക്കും ഒരുപക്ഷെ കൂടുതൽ. എല്ലാ നിലയിലുമുള്ള ഉപയോഗത്തിന് പറ്റിയ വെള്ളത്തിന്റെ അളവ് തന്നെ കുറവായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ സമ്പത്തിന്റെ ആധിക്യത്തിനനുസരിച്ച് അശുദ്ധി കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ് കേട്ടോ, എന്നാൽ ശുദ്ധമായ നിലയിൽ സമ്പത്തുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട്. അതൊരു ഇസ്തിഖാമത്താണ്. അപ്പൊ ആ നിലയിൽ പല സ്വഭാവത്തിലും വെള്ളത്തിനോട് ലൗകികമായ സൗഭാഗ്യങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക് സാദൃശ്യത ഉണ്ട് എന്നാണ്. അപ്പോൾ അല്ലാഹു തആല പറയുന്നത് വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, ലൗകിക ജീവിതത്തിനെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കൊടുക്കണം. അത് കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്നും നാം ഇറക്കുന്ന വെള്ളം പോലെയാണ്. എന്നിട്ടോ ഫഖ്തലത ബിഹി നബാതുൽ അർളി ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ്. അല്ലാഹു തആല ഒരൊറ്റ വരിയിലെല്ലാം പറഞ്ഞങ്ങ് തീർത്തു, വിശദമായിട്ടൊന്നും പറയുന്നില്ല. ചില സമയത്ത് ഖുർആന്റെ ഒരു രീതിയാണത്, ഒരു ചെറിയ ചെറിയ വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് തീർത്തു. സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ശാഅ അൻശറ കല്ലാ ലമ്മാ യഖ്ദി മാ അമറ. മരിച്ചു, അവനെ കബറടക്കി പുനർജീവിപ്പിച്ചു. എല്ലാം കൂടെ മൂന്ന് വാക്ക് പറഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ സാധാരണത്വം അല്ലെങ്കിൽ നൈമിൻഷികത അല്ലാഹു തആല ചില സ്ഥലങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ്? വളരെ ചുരുങ്ങിയ വാക്കിൽ പെട്ടെന്ന് ജനിച്ച് മരിച്ച് ഖബറടക്കി പുനർജീവിച്ച ഇടത്തേക്ക് 4 വാക്കുകൊണ്ട് അല്ലാഹു തആല എത്തിച്ചു കളയും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഇത് വിശദീകരിക്കാനൊന്നും നിന്നില്ല. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. മഴ പെയ്തു, വെള്ളം ഭൂമിയിലെത്തി, ഭൂമിയിലെ തരിശായി കിടന്നിരുന്ന അല്ലെങ്കിൽ ഉൽപാദനം ഇല്ലാതെ കിടന്നിരുന്ന ഭൂമി നന്നായി വളർന്നു വന്നു. അത് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ഭൂമിയിലെ വെള്ളം വന്നപ്പോൾ അത് ഭൂമിയിലെ കൃഷികളുമായി അത് കൂടിക്കലർന്നു. എന്നാൽ പക്ഷെ അതെന്ത് സംഭവിച്ചു? ഫഅസ്ബഹ ഹശീമൻ തദറു, ഒരു പ്രഭാതത്തിൽ ഒന്നിനും പറ്റാത്ത രീതിയിൽ അത് നശിച്ച് തീർന്നു. അതിന്ന് കാറ്റത്ത് പറന്ന് നടക്കാൻ, വലിയ വിശാലമായ കൃഷിയിടമായിരുന്നു. ഒരു ദിവസം അത് കാറ്റത്ത് പറന്ന് നടക്കുന്ന തരത്തിൽ ഒന്നിനും പറ്റാത്തതായി ഈ നിലയിൽ കൂടി അത് നശിച്ചു തീർന്നുപോയി. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്നും വെള്ളം ഇറക്കി തരാൻ അല്ലാഹുവിന് കഴിയും, ഭൂമിയെ സജീവമാക്കാൻ അല്ലാഹുവിന് കഴിയും, ഭൂമിയെ ഉൽപാദനക്ഷമമാക്കാൻ അല്ലാഹുവിന് കഴിയും, അതിലൂടെ നിങ്ങളുടെ സാമ്പത്തികമായ വളർച്ച തരാനും അല്ലാഹുവിന് കഴിയും. പക്ഷേ അതെല്ലാം ഒരു പെട്ടെന്ന് സമയത്ത് കൊണ്ട് നശിപ്പിച്ച് ഇല്ലാതാക്കാനും അല്ലാഹുവിന് കഴിയും. അങ്ങനെ ഏത് സമയത്തും തീർന്നു പോകാൻ സാധ്യതയുള്ളതാണ് ഈ ലോകം എന്നുള്ള ബോധം മനുഷ്യർക്ക് ഉണ്ടാകണം. അതിന് ആ നിലയിൽ ഒരു വിശദീകരണം കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ആ തോട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാതു സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനങ്ങളുമൊക്കെ ഈ ലോകത്തിന്റെ സൗന്ദര്യമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞിടത്തും ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയുന്നത് പെട്ടെന്ന് പോവും, ഒന്ന് വേർത്താൽ മതി, എത്ര തേച്ചിട്ട് പോയ കാര്യമില്ല, എത്ര പൊട്ടിയിട്ട് പോയാലും ഒന്ന് വേർത്താൽ മതി, അതങ്ങോട്ട് പോവും, പിന്നെ പഴയതുപോലെയാകും. യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ മുഖം പുറത്ത് കാണും. ചില ആൾക്കാർ നന്നായിട്ടൊന്ന് ചൊറിയുക തന്നെ ഇല്ല, ഒന്ന് തൊടുകയുള്ളൂ. കാരണം നന്നായിട്ട് ചൊറിഞ്ഞാലെല്ലാം കൂടെ അടർന്ന് കയ്യിൽ വരും. അതാണ് ജീനത്തിൻ്റെ ഒരു പ്രശ്നം. അതാണ് എന്ന് പറഞ്ഞതുപോലെ ഇത് വളരെ ക്ഷണികമാണ്, വളരെ താൽക്കാലികമാണ്, ഇതിന് നിലനിൽപ്പില്ല, ഒന്ന് വേർത്താൽ പോകുന്നതാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ,
ഈ സമ്പത്തും സന്താനങ്ങളുമൊക്കെ ഒരലങ്കാരമാണ്. പക്ഷേ വൽ ബാഖിയാത്തു സ്സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. പക്ഷെ ബാഖിയാത്തു സ്സാലിഹാത്ത്, ബാഖിയാത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത്, സാലിഹാത്ത് പുണ്യങ്ങൾ, നിലനിൽക്കുന്ന നന്മകൾ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഈ ബാഖിയാത്തു സ്സാലിഹാത്തിനാണ്. വ ഖൈറുൻ അമല, നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്നതും ഈ ബാഖിയാത്തു സ്സാലിഹാത്തിലാണ്. കയ്യിലുള്ള സമ്പത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റില്ല, പക്ഷെ ബാഖിയാത്തു സ്സാലിഹാത്തിൽ നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റും. കയ്യിലുള്ള സമ്പത്തിന് നമുക്ക് പ്രതിഫലമൊന്നും കിട്ടുകയില്ല, പക്ഷെ ബാഖിയാത്തു സ്സാലിഹാത്ത് കയ്യിലുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടും. ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിൽക്കുന്ന നന്മ, നന്മകളാണ് നിലനിൽക്കുക. അത് അടുത്ത ആയത്തുകളിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. യൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. ഈ ലോകത്ത് മനുഷ്യൻ സമ്പാദിച്ചുണ്ടാക്കി വെച്ച, അവൻ പണിതുയർത്തിയ വലിയ കൊട്ടാരങ്ങള്, വലിയ വലിയ കൊട്ടാരങ്ങള്, അത് മാത്രമല്ല ഈ സ്വാഭാവികമായും ഭൂമിയുടെ ഭാഗമായി നിലനിൽക്കുന്ന മലകൾ പോലും കാണുകളെന്ന അല്ലാഹു തആല പറയും. നിങ്ങളുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ ഇരിക്കട്ടെ, നിങ്ങളുടെ കൊട്ടാരങ്ങൾ ഇരിക്കട്ടെ, അതിനേക്കാളൊക്കെ ബലമുള്ള, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മലകളുണ്ടല്ലോ, വലിയ മലകൾ, ആ മലകൾ പോലും ധൂളികളായി പോകും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കിയതൊന്നും നിലനിൽക്കില്ല. വൽ ബാഖിയാത്തു സ്സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക, മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയതൊന്നും നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന മരങ്ങള്, മലകള്, ഇങ്ങനെ ഭൂമുഖത്ത് കാണുന്ന മുഴുവൻ വസ്തുക്കളും ഇല്ലാതായി തരിശായി മാറും. ഒരൊറ്റ മൈതാനമായി നിരപ്പാക്കപ്പെടും ഭൂമി. യൗമ നുസയ്യിറുൽ ജിബാൽ, അവിടെ പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. പർവ്വതങ്ങളെ ചലിപ്പിക്കും. എന്താണ് പർവ്വതങ്ങളെ ചലിപ്പിക്കും എന്ന് പറഞ്ഞത്? പർവ്വതമാണ് ഭൂമുഖത്ത് ഉയർന്നു നിൽക്കുന്ന ഏറ്റവും ബലമുള്ള ഒരു നിർമ്മിതി. പർവ്വതം പോലെ ബലമുള്ള ഒരു നിർമ്മിതി ഭൂമിയുടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നില്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. ഒരു ഭൂചലനമുണ്ടായാൽ അതെല്ലാം തകർന്ന് ചീട്ടുകൊട്ടാരം പോലെ താഴേക്ക് വീഴും. പക്ഷെ ഒന്നും സംഭവിക്കാതെ അപ്പോഴും നിൽക്കുന്ന മലകളുണ്ട്. മലകളുടെ ആ ശക്തി വേറെ തന്നെയാണ്. അതാണ് ഭൂമിയെ നിലനിർത്തുന്നത് തന്നെ. അല്ലാഹു തആല പറഞ്ഞു, ഏറ്റവും ബലവത്തായ പർവ്വതങ്ങൾ പോലും ധൂളികളായി ആകാശത്തിലൂടെ സഞ്ചരിക്കും. എന്നിട്ട് ഒരൊറ്റ നിരപ്പായി ഭൂമി മാറ്റപ്പെടും. പിന്നെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചത് എവിടെ? അതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. സാധാരണ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, അപ്പക്കോൽ എലി ഭക്ഷിച്ചാൽ അപ്പത്തിൻ കഥ എന്തുവാം. അപ്പം ഉണ്ടാക്കി വെച്ചിരുന്ന പാത്രമേ എലി തിന്നു. ഇനി അപ്പത്തിന്റെ കാര്യം പ്രത്യേകം പറയണം? അല്ലാതെ ബിസ്ക്കറ്റ് വെച്ചിരുന്ന ബിസ്ക്കറ്റിന്റെ കവറ് എലി കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ബിസ്ക്കറ്റിന്റെ കാര്യം പ്രത്യേകം പറയണം. ഒരു വളരെ മര്യാദക്കാരനായ ഒരു എലി വന്നിട്ട് ബിസ്ക്കറ്റ് എല്ലാം എടുത്ത് മാറ്റി വെച്ച് കവറ് മാത്രം തിന്നു എന്നല്ല അതിന്റെ അർത്ഥം. ബിസ്ക്കറ്റ് എല്ലാം തിന്ന് തികയാതിട്ടാണ് കവറും കൂടെ കഴിച്ചത് എന്ന് പറഞ്ഞതുപോലെ മലകൾ പോലും നിരപ്പാക്കപ്പെടുമെങ്കിൽ നിങ്ങൾ നിർമ്മിച്ചു വെച്ച ഈ വസ്തുക്കളൊന്നും ഇവിടെ നിലനിൽക്കില്ല. യൗമ നുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസതൻ, ഭൂമിയെ നിങ്ങൾക്കന്ന് ബാരിസായിട്ട് കാണാം. ബാരിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥക്കാണ് ബാരിസ് എന്ന് പറയുന്നത്. എല്ലാം പുറത്ത് കാണാം. ഇന്നും നമ്മൾ ഭൂമിയുടെ മണ്ണൊന്നും പുറത്ത് കാണുന്നില്ല. ഭൂമിയിൽ നോക്കിയാൽ ചെടികള്, മരങ്ങള്, അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നത്. ഭൂമി കാണുന്നത് കുറഞ്ഞ സ്ഥലത്തേ ഉള്ളൂ. അല്ലാത്തടത്ത് ടാറിങ് കാണാം. ശരിയായ പച്ചയായ ഭൂമി കാണാൻ കടപ്പുറത്ത് പോകണം. അല്ലാഹു തആല പറയുന്നത്, ഈ കടപ്പുറം പോലെ ഒന്നുമില്ലാത്ത മണ്ണുണ്ടല്ലോ, വെറും മണ്ണായി ഭൂമി ആസകലം മാറും. ബാക്കിയുള്ളതെല്ലാം തകർത്ത് തരിപ്പണമാക്കി നിരപ്പാക്കപ്പെടുകയും ചെയ്യും. ആ നിലയിൽ മനുഷ്യന്റെ അധ്വാനവും മനുഷ്യാധ്വാനത്തിലൂടെ അവൻ നേടിയ സകല വിഭവങ്ങളും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. പക്ഷേ നിലനിൽക്കുന്ന ഒന്നുണ്ട്. എന്താണത്? വൽ ബാഖിയാത്തു സ്സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ബാഖിയാത്തു സ്സാലിഹാത്ത് നിലനിൽക്കും. ബാഖിയാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവശേഷിക്കുന്നത് എന്നാണ്.
സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, നല്ല വാക്കുകൾ, നല്ല വിചാരങ്ങൾ, നല്ല ചിന്തകൾ, നല്ലത് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ മൂല്യമുള്ള എന്തും അതെല്ലാം ബാഖിയാത്തു സാലിഹാത്ത്. മറ്റു മനുഷ്യരെ കുറിച്ച് നല്ല വിചാരം കൊണ്ട് നടന്നവരുണ്ടായിരുന്നു. അത് അവന്റെ ലിസ്റ്റിൽ നിലനിൽക്കും, അവന്റെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അത് നിലനിൽക്കും. അവനുണ്ടാക്കിയ ബിൽഡിങ് അവന്റെ കർമ്മങ്ങളിൽ നിന്ന് പുറത്തു പോകും, കർമ്മങ്ങളിൽ നിന്നും പുറത്തു പോകും, അവന്റെ കാഴ്ചയിൽ നിന്നും പുറത്തു പോകും, എല്ലാം തുടച്ചു നീക്കപ്പെടും. പക്ഷെ ഒരു മനുഷ്യന്റെ നല്ല വർത്തമാനം പറയുന്ന ആളായിരുന്നു, അത് അയാളുടെ രേഖയിലുണ്ടാവും, മനുഷ്യന്റെ രേഖയിൽ അതുണ്ടാവും. നല്ല പ്രവർത്തനങ്ങളുള്ള മനുഷ്യനായിരുന്നു, അയാളുടെ രേഖയിൽ അതുണ്ടാവും. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ, ബാഖിയാത്തു സാലിഹാത്താണ് ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. അൽ കയ്യിസു സമർത്ഥൻ, യോഗ്യൻ, മിടുക്കൻ, കാര്യശേഷിയുള്ളവൻ, കാര്യത്തിന് പറ്റുന്നവൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു, ഈ ശരീരത്തിനെ, മനസ്സിനെ, ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന ഒരു വചനാണ്. നമ്മളുടെ ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തുന്നവനാണ് യോഗ്യൻ, സമർത്ഥൻ, മിടുക്കൻ. നമ്മളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നവനാണ്. എങ്ങനെയും എന്തും ചെയ്യുന്നവനല്ല, നിയന്ത്രിതമായി മാത്രം ചിന്തിക്കുന്നവൻ, നിയന്ത്രിതമായി മാത്രം വർത്തമാനം പറയുന്നവൻ, നിയന്ത്രിതമായി മാത്രം പ്രവർത്തിക്കുന്നവൻ. എന്നിട്ട് വഅമില ലിമാ ബഅദൽ മൗത്ത്, അയാളുടെ ലക്ഷ്യം മുഴുവൻ പരലോക ജീവിതം, പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന എന്തുണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് അയാൾ ചിന്തിക്കുന്നത്. അവനാണ് കാര്യപ്രാപ്തിയുള്ള മിടുക്കനായ മനുഷ്യൻ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം വരികയാണ്. എക്സാം വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇത് അവനെ കണ്ടുപിടിക്ക്. കാരണം എന്താ? അവൻ വേറെ കളി ഒഴിവാക്കി, TV കാണുന്നില്ല, എല്ലാം ദാന നഫ്സഹു, നഫ്സിനെ അങ്ങോട്ട് പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. മനസ്സിന് ആഗ്രഹമുണ്ട്, ഫുട്ബോൾ എന്താണ് വേൾഡ് കപ്പ് അല്ലേ, വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എക്സാം വന്നു. നല്ലൊരു വിദ്യാർത്ഥി എന്താ ചെയ്യുക? അൽ കയ്യിസ്, യോഗ്യനായ സമർത്ഥനായ ഒരു വിദ്യാർത്ഥി എന്താ ചെയ്യുക? വേൾഡ് കപ്പ് കണ്ടോണ്ടിരിക്കുവോ, അതോ വേൾഡ് കപ്പിൻ്റെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കിതാബ് തുറക്കുവോ? എന്താ ചെയ്യുക? അൽ കയ്യിസ് അതാണ് ചെയ്യുന്നത്. കയ്യിസ് അത് ആ പെട്ടിയുടെ പുറകെ മുമ്പിൽ ഇരിക്കില്ല. അവനെ അറിയാം, കുറച്ച് നാള് നമ്മൾ ഈ പെട്ടി ഓഫാക്കി വെച്ചിട്ട് ഇപ്പോ തൽക്കാലം ടെക്സ്റ്റ് ബുക്ക് തുറന്നാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ വേൾഡ് കപ്പ് എത്തുമ്പം അവിടെ ചെന്ന് കാണാനും മാത്രമുള്ള നിലയിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഇപ്പൊ തൽക്കാലം ഈ പുസ്തകം തുറക്കുകയും ആ പെട്ടി അടയ്ക്കുകയും ചെയ്യണമെന്നുള്ള ബോധം എനിക്കുണ്ട്. അവനാണ് ബോധമുള്ളവൻ, തിരിച്ചറിവുള്ളവൻ, അവനാണ് യോഗ്യൻ, മിടുക്കൻ, സമർത്ഥൻ, കാര്യശേഷിയുള്ളവൻ അവനാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതുപോലെ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ നമ്മൾ എങ്ങനെയാണോ വിലയിരുത്തുക, ഒരു വിദ്യാർത്ഥിയുടെ യോഗ്യത നമ്മൾ അളക്കുന്നത്, അവൻ എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പഠനം മാത്രമില്ല. അവനെക്കുറിച്ച് ആരും യോഗ്യനെന്ന് പറയില്ല, മിടുക്കനെന്ന് പറയില്ല. നേരെ മറ്റവനെ കുറിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. വൽ കയ്യിസു മൻ ദാന നഫ്സഹു, നഫ്സിനെ പിടിച്ച് പലതും പറയണമെന്ന് തോന്നുന്നുണ്ട്, പലതും ചെയ്യാൻ തോന്നുന്നുണ്ട്, പലതും തോന്നുന്നുണ്ട്, അതെല്ലാം പിടിച്ചങ്ങോട്ട് കെട്ടിയിട്ടിരിക്കുക, നഫ്സിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. എന്നിട്ട് വഅമില ലിമാ ബഅദൽ മൗത്ത്, പരലോകത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവനാണ് ബുദ്ധിമാൻ, അവനാണ് യോഗ്യൻ. എന്നാൽ വൽ ആജിസു, ചില ദുർബല മനുഷ്യരുണ്ട്. അത്ബഅ നഫ്സഹു ഹവാഹ, അവൻ എക്സാം നടക്കുമ്പോഴും വേൾഡ് കപ്പ് അത് ഒഴിവാക്കാൻ പറ്റുമല്ലോ, കറക്റ്റാണ്, എല്ലാം നോക്കുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് വരുന്ന വാർത്തകൾ, ആ വാർത്തകളിൽ കളിയുടെ വിലയിരുത്തലുകൾ, ആ ഗംഭീരമായ എഴുത്തൊക്കെ ഇങ്ങനെ വായിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നാട്ടിൽ നടക്കുന്ന വേറെന്തെങ്കിലും വിനോദങ്ങളുണ്ടോ അതെല്ലാം. എന്നിട്ട് അത്ബഅ നഫ്സഹു ഹവാഹ, അവൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം പോകുന്നുണ്ട്. കേട്ടോ, വതമന്ന അലല്ലാഹ്, ഇതുവരെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചെത്തിയല്ലോ, ജയിക്കും. വതമന്ന അലല്ലാഹ്, പ്രതീക്ഷയാണ്, വെറുതെ പ്രതീക്ഷ വെക്കാൻ. ഈ പ്രതീക്ഷയിൽ അർത്ഥമില്ല, പണിയെടുത്തിട്ടാണ് പ്രതീക്ഷ വെക്കേണ്ടത്.
അവനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവൻ ദുർബലനാണ് എന്ന് പറഞ്ഞതുപോലെ പരലോകത്തിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എവിടെ പരലോക കാര്യത്തിൽ ഗുണമുള്ളത് അന്വേഷിക്കുന്നോ, അത് കണ്ടെത്തുന്നോ, അതിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നും ശരീരത്തിനെയും മനസ്സിനെയും ചിന്തകളെയും നമ്മുടെ വാക്കുകളെയും എല്ലാം നിയന്ത്രിച്ചു നിർത്തുന്നോ, അവിടെയാണ് പരലോക കാര്യത്തിൽ നമ്മൾ മിടുക്കരാകുന്നത്. അല്ലാത്തത് നമ്മുടെ ദൗർബല്യമാണ്. അള്ളാഹുതല പുറത്തു വരും. അള്ളാഹുതല നമ്മളെ പരിഗണിക്കും. നമ്മുടെ അവസ്ഥയൊക്കെ അള്ളാഹ്ക്ക് അറിയാമല്ലോ. അതൊക്കെ അള്ളാഹുതല എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് പരിഗണിച്ച് നമ്മളെ കയറ്റിവിടും എന്ന് വിചാരിച്ചിരിക്കുന്നത് ദൗർബല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുന്യാ മസ്റഅത്തുൽ ലിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിനുള്ള കൃഷിയിടമാണ്. മറ്റൊരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണോ ചെയ്തു കൂട്ടുന്നത് അവിടെ അതാണല്ലോ നമുക്ക് കിട്ടുക. അതുകൊണ്ട് വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അയാൾക്ക് ഉപകാരപ്പെടുന്ന ചില നന്മകളുണ്ട്. ഒന്ന് സദഖത്തുൻ ജാരിയത്താണ്, മറ്റൊന്ന് വലതുൻ സാലിഹുൻ യദ്ഉ ലഹുവാണ്, മൂന്നാമത്തേത് ഇൽമുൻ യുൻതഫഉ ബിഹിയാണ്. ഒന്ന് സദഖത്തുൻ ജാരിയ, ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ സദഖകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, നിരന്തരമായി നിലനിൽക്കുന്ന സദഖകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മസ്ജിദിന് വേണ്ടി അല്ലെങ്കിൽ മദ്രസകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അങ്ങനെ മനുഷ്യന് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ സ്വത്തിന്റെ ഒരു തുക ആ കാര്യത്തിലേക്ക് നമ്മൾ ബാക്കി വെച്ചാൽ അല്ലെങ്കിൽ നിക്ഷേപിച്ചാൽ, ആ നിക്ഷേപം ബാക്കിയോ, അത് ബാഖിയാത്തുസ് സാലിഹാത്താണ്. അതുപോലെ വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അല്ലാഹു തആല അനുഗ്രഹമായി നൽകുന്ന മക്കള്, ആ മക്കളെ അല്ലാഹു തആല ഏറ്റവും നല്ലൊരു പ്രകൃതത്തിൽ നമ്മളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. എങ്ങനെയും നമുക്ക് അവരെ ആക്കിയെടുക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ മക്കളെയും നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്നത് എങ്ങനെയും ആക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രകൃതത്തിലാണ്. നിങ്ങൾ അവന്റെ കയ്യും പിടിച്ച് മസ്ജിദിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ വരും അയാൾ മസ്ജിദ്. വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതെങ്കിൽ അങ്ങോട്ട് നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ മാത്രം അറിയുന്ന അങ്ങനെ ഒരു ശുദ്ധമായ പ്രകൃതത്തിൽ ഒരു 10-15 വയസ്സ് വരെ, ഒരു 10 വയസ്സ് വരെയെങ്കിലും ഉപ്പയും ഉമ്മയും പറയുന്നത് അനുസരിക്കുന്ന, അവരെ കണ്ടു പഠിക്കുന്ന, അവരുടെ ജീവിത രീതികൾ കണ്ടറിഞ്ഞ് പഠിക്കുന്ന ഒരു പ്രകൃതമുള്ള മക്കളെ അല്ലാഹു തആല തന്നു. അതിനെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തിയാൽ വലതുൻ സാലിഹുൻ യദ്ഉ, പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇൽമുൻ യുൻതഫഉ ബിഹി, നാം പഠിപ്പിച്ച എന്തെങ്കിലും അറിവുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും. ചുരുക്കത്തിൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, നന്മകൾ നിലനിൽക്കും. നന്മകളല്ലാത്തത് നിങ്ങൾ എന്തെല്ലാം കെട്ടി ഉയർത്തിയാലും പർവ്വതം പോലും തകർന്ന് തരിപ്പണമായി ധൂളികളായി ആകാശത്തിലൂടെ പറക്കും. എന്നിട്ട് അതെല്ലാം വന്ന് തറയിൽ അടിയും. എല്ലാം ഒരു നിരപ്പായ ഭൂമിയായി മാറും. ചുരുക്കത്തിൽ അല്ലാഹു തആല ലൗകിക ജീവിതത്തെയും നമ്മൾ പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന നന്മകളെയും വളരെ സുന്ദരമായി നമുക്ക് ഉപമിച്ച് തരികയാണ്. എന്നാൽ ഈ സമ്പത്ത് നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ അനേകം സന്ദർഭങ്ങളുണ്ട്. ആ നിലയിൽ ചെലവഴിച്ചാൽ ആ സമ്പത്തും ബാഖിയാത്തുസ് സാലിഹാത്തിൽ നിലനിൽക്കുന്ന നന്മകളിൽ പെടും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ പറഞ്ഞ വസ്തുക്കളുടെ പിറകെ നടന്നാൽ അത് ലൗകികമായ താൽക്കാലിക സൗന്ദര്യമാണ്. സൗന്ദര്യം താൽക്കാലികം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സൗന്ദര്യം താൽക്കാലികം. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, എന്നാൽ നിലനിൽക്കുന്ന നന്മകൾ ഖൈറുൻ ഇൻദ റബ്ബിക സവാബ, ആ നിലനിൽക്കുന്ന നന്മകൾക്ക് അല്ലാഹു തആല ഏറ്റവും നല്ല പ്രതിഫലം നമുക്ക് നൽകും. വഖൈറുൻ അമല, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടെയാണ് ബാഖിയാത്തുസ് സാലിഹാത്ത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ 3 മനുഷ്യരുടെ സംഭവം. ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ 3 മനുഷ്യർ ഗുഹാമുഖം അടഞ്ഞുപോയി. ആ സമയത്ത് ഖൈറുൻ അമല, അവരുടെ പ്രതീക്ഷയെല്ലാം അവരുടെ ബാഖിയാത്തുസ് സാലിഹാത്തിലായിരുന്നു. ഗുഹയുടെ കല്ല് മാറ്റാൻ ഇനി ഒരു മാർഗവുമില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളുണ്ട്. ഒരു മാർഗവുമില്ല, അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിക്കും, അത്ര തന്നെ. ഈ മനുഷ്യര് അവരുടെ കയ്യിലുള്ള ചില നന്മകൾ, ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പുണ്യകർമ്മങ്ങൾ എടുത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, എനിക്കിങ്ങനെയായിരുന്നു, എനിക്ക് മാതാപിതാക്കളുണ്ടായിരുന്നു, ഞാൻ അവർക്ക് വെള്ളം കൊടുത്തതിന് ശേഷം, കുടിക്കാൻ കൊടുത്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് കൊടുത്തിരുന്നുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യൻ ദുആ ചെയ്യുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പാറ അല്പം മാറി. സംഭവം നമുക്കെല്ലാം അറിയുന്നതാണ്, ഞാനത് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നില്ല. അപ്പൊ ഖൈറുൻ അമല, നമുക്കൊരു പ്രയാസം വരുന്ന സന്ദർഭത്തിൽ ലിയകുൻ ലക്കും ഇൻദല്ലാഹി ഖബീഅത്തുൻ, മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു രഹസ്യ സമ്പാദ്യം ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും കയ്യിൽ ഒരു രഹസ്യ സമ്പാദ്യം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ആർക്കും അറിയാത്തൊരു നന്മ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവണം. ആ നന്മ നമുക്ക് പലയിടത്തും ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ അള്ളാഹു ഇന്ന നന്മ ചെയ്ത ആളാണ് ഞാൻ, ആ നന്മയുടെ ആ പുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവെ നീ എൻ്റെ പ്രയാസം മാറ്റിത്തരണേ എന്ന് ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുമെന്നതിന് തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഗുഹയിൽ അകപ്പെട്ടു പോയ 3 ആളുടെ സംഭവം. അള്ളാഹു തആല പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ള വകയാണ്. അള്ളാഹുവിൽ അതിനെ മുൻനിർത്തി നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. യൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം ചലിപ്പിക്കും. വതറൽ അർദ ബാരിസത്തൻ, ഭൂമിയുടെ മുകളിൽ ഒന്നുമില്ലാതെ വെറും ഭൂമിയായി അന്ന് നിങ്ങൾക്ക് ഭൂമിയെ കാണാം. മലകളില്ല, മരങ്ങളില്ല, ഒന്നുമില്ല, കെട്ടിടങ്ങളില്ല, ഒന്നുമില്ല. ഫലം നുഗാദിർ മിൻഹു അഹദ. അല്ലാഹു തആല അടുത്തതായിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മളൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും നമ്മളെവിടെയെങ്കിലും ഓടി മാറി നിന്നാൽ, ഒളിച്ചു നിന്നാൽ മതിയല്ലോ, ആരെയും കാണാതെ. അങ്ങനെ ഒളിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലാഹു തആല പറയുന്നത് പല സ്ഥലങ്ങളിലും അല്ലാഹു തആല ഈ ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ പിടുത്തത്തിൽ നിന്ന്. ഫൻഫുദൂ മിൻ അഖ്താരി സമാവാതി വൽ അർദ് ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. നിങ്ങൾക്ക് ഈ ആകാശഭൂമികളുടെ അതിരിന്റെ അപ്പുറത്തേക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. അല്ലാഹു തആല പല സ്ഥലങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. നരകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു, അഹാത ബിഹിം സുറാദിഖുഹ. നരകത്തിന്റെ സുറാദിഖ് അഥവാ നരകത്തിന്റെ അതിരുകൾ, അത് കൃത്യമായി അതിരുകൾ നിശ്ചയിച്ച ഒന്നാണ് നരകം. അഥവാ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് ചാടാൻ കഴിയാത്ത രീതിയിലാണ് നരകത്തിന്റെ നിർമ്മിതി. ഇവിടെയും അല്ലാഹു തആല പറയുന്ന അതാണ്, വളരെ വിശാലമായ ഭൂമിയുടെ പല സ്ഥലങ്ങളിലായി ചതറിക്കിടക്കുന്ന അനേക കോടി മനുഷ്യർ. ഇത്രയും മനുഷ്യര് വിശാലമായ ഈ ഭൂമിയിൽ എവിടെ പോയി നിന്ന് അള്ളാഹ് എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്ന് വിചാരിക്കണ്ട. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരൊറ്റ മനുഷ്യനെയും അന്നത്തെ ദിവസത്തിലെ പിടുത്തത്തിൽ നിന്ന് ഞാൻ വിടുകയില്ല. എല്ലാവരും ആ ദിവസം എത്തും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ ഇത് പറയുന്നുണ്ട്. അല്ലാഹു തആല ആ ഭാഗം പറയുന്നുണ്ട്. എല്ലാവരും കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിദൂൻ, എല്ലാവരും ഓടിയെത്തും. കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് എല്ലാവരും ഓടുന്നുണ്ടാവും. ഒരു മനുഷ്യനും ആ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. വഉരിദു അലാ റബ്ബിക സഫാ, അള്ളാഹുവിന്റെ മുമ്പിൽ അവര് അണിയണിയായി നിർത്തപ്പെടും. എല്ലാ മനുഷ്യരും ഉരിദു അലാ റബ്ബിക സഫാ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ നാം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അങ്ങനെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൃഷ്ടിപ്പിന്റെ സമയത്ത് മനുഷ്യ രൂപം എങ്ങനെയായിരുന്നോ അങ്ങനെയായിരിക്കും മനുഷ്യന്. അതിനോടൊപ്പം സൃഷ്ടിപ്പിന്റെ സമയത്ത് അവന്റെ കയ്യിൽ എന്ത് സമ്പാദ്യമാണോ ഉണ്ടായിരുന്നത് അതേ നിലയിലായിരിക്കും മനുഷ്യന്. ഒരൊറ്റ പൈസ പോലും കയ്യിലുണ്ടാവില്ല. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കയ്യിൽ? ഒന്നുമില്ലായിരുന്നു. ഉടുക്കാനുള്ള തുണി പോലും ഇല്ലായിരുന്നു. ഒരു പൈസയുടെ വക നിങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഒരണ കാശ് നിങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അതേപോലെ എല്ലാവരും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ ഒരു സന്ദർഭമാണത്. മനുഷ്യരെല്ലാവരും കൂടെ റബ്ബിന്റെ മുമ്പിൽ ഉരിദു അലാ റബ്ബിക സഫ, അള്ളാഹുവിന്റെ മുമ്പിൽ അണിയണിയായി സഫായിട്ട് നിരനിരയായി നിൽക്കുന്ന ഒരു സമയം. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ സൃഷ്ടിച്ച സമയത്ത് ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വന്നെത്തിയിരിക്കുകയാണ്.
അങ്ങനെ തന്നെ എത്തിയേ പറ്റൂ. ഇവിടെ അള്ളാഹു തആല നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. ഉണ്ടാക്കിയ സമ്പത്ത്, ഒരു പുരുഷായുസ് മുഴുവൻ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, അതെല്ലാം തകർന്ന് തരിപ്പണമായി ധൂളികളായി ആകാശത്തിലൂടെ പറന്നു കഴിഞ്ഞു. ഒന്നുമില്ല, ഒരു വീടുമില്ല. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലായോടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് മൈമൂൻ ബിൻ മിഹ്റാനോട്, അമവി കൊട്ടാരത്തിന്റെ പുറകിലേക്ക് നോക്കിയിട്ട്, ആ കാണുന്ന സ്ഥലം നിനക്കറിയുമോ? മുമ്പ് ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ ഖബറുകളാണ്. അമവികളുടെ കൊട്ടാരത്തിന്റെ പുറകിലേക്ക് നോക്കിയിട്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞു കൊടുക്കുക, ആ കാണുന്ന സ്ഥലം ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്നുമില്ല, ഒരു ലൈറ്റ് പോലും ഇല്ല, ഒരു സൗകര്യമില്ല, വെറും കുഴി. ഇന്ന് ആ കുഴിയിലാണ് അവരുള്ളത്. അവര് ഒരു സമയത്ത് ഈ കൊട്ടാരം അരുളിയിരുന്ന ആൾക്കാരാണ്. ഈ നാട് മുഴുവൻ ഭരിച്ച ആൾക്കാരാണ്. എല്ലാ പ്രതാപവും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്ന് ആ മനുഷ്യരുടെ കയ്യിൽ ഒരു അണ പൈസ പോലും ഇല്ല, ഉടുത്ത ഒരു തുണി പോലും ഇന്ന് അവരുടെ കയ്യിൽ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. നിരന്തരമായി അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത് അത്തരം ചില ചിന്തകളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ഏറ്റവും ഐശ്വര്യമുള്ള, ബറക്കത്തുള്ള ഒരു ഭരണകാലഘട്ടമായി ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ ബൽ സഅംതും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓരോ വാദങ്ങൾ പറഞ്ഞിങ്ങനെ നടന്നിരുന്നു. സഅംതും, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു നടന്ന ഒരു സമയത്ത്, അല്ലൻ നജ്അല ലക്കും മൗഇദാ, നിങ്ങളെ ഇനി ഒരിക്കൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സമയമേ വരാനില്ല. അതൊക്കെ വെറുതെ ഉസ്താദ്മാര് വാദ് പറയും, അതൊക്കെ കഥ പറയുന്ന ആൾക്കാരുടെ കഥ, അത് കേൾക്കാൻ കുറച്ച് മനുഷ്യരും എന്നൊക്കെ നിങ്ങൾ വാദിച്ചു നടന്നു. ബൽ സഅംതും, നിങ്ങൾ വെറും പൊള്ളയായ വാദവുമായി ഒരു സമയത്ത് നടന്നിരുന്നു. അല്ലൻ നജ്അല ലക്കും മൗഇദാ, ഞാൻ നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഒന്നാക്കി നിർത്തുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയേയില്ല എന്ന് നിങ്ങൾ വെറുതെ വാദിച്ച് നടന്നവരാ. ഇന്ന് അവരെല്ലാവരും വന്ന് നിരന്ന്, എല്ലാ നാസ്തികരും ഉണ്ട്, എല്ലാ യുക്തിവാദിയുണ്ട്, എല്ലാ തരത്തിലുള്ള 100 കൂട്ടം മനുഷ്യരാണല്ലോ. വാദങ്ങൾ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ വാദക്കാരും ഉണ്ട്. ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദാ, നിങ്ങളെ ഒരിക്കൽ ഇങ്ങനെ ഞാൻ ഒരുമിച്ച് കൂട്ടി നിർത്തില്ല എന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞു നടന്നു. ഫലം നുഗാദിർ മിൻകും അഹദ, ഒരൊറ്റ മനുഷ്യനെ പോലും ഒഴിവാക്കാതെ എല്ലാവരെയും അല്ലാഹ് സൃഷ്ടിച്ച സമയത്തുള്ള ശരീരത്തിന്റെ കോലത്തിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്, ഹുഫാതൻ ഉറാതൻ ഉർല, ഒരാൾക്കും ചെരുപ്പില്ല, ഒരാൾക്കും വസ്ത്രവുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങനെ വസ്ത്രമില്ലാത്ത അവസ്ഥയോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ആ അവസ്ഥയിൽ അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം, ആദ്യമായി വസ്ത്രം നൽകപ്പെടുന്ന ഇബ്രാഹിം നബിക്കായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന ഒരു സമയമല്ല. സ്വന്തം മകനെ നോക്കാൻ നേരമില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. വേറൊരു കാഴ്ചയും കാണാൻ ആർക്കും സമയമില്ല. ഉപ്പയെ നോക്കാൻ നേരമില്ല, ഉമ്മയെ നോക്കാൻ നേരമില്ല, എല്ലാവരെയും വിട്ട് ഓടുകയാണ്. യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരനെ, വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ യൗമഇദിൻ, എല്ലാവർക്കും ആ ദിവസം ശഅനു യുഗ്നീഹി, അയാൾക്ക് ചെയ്താൽ തീരാത്ത പണികളുണ്ട്, വേറൊന്നിനും നേരമില്ലാത്ത സമയമാണ്. ആ സമയത്ത് മനുഷ്യൻ ഈ അവസ്ഥയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. കയ്യിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ. എന്നിട്ട് ബാക്കി കയ്യിൽ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, ബാഖിയാത്തു സ്വാലിഹാത്ത് ദിക്റുകൾ കയ്യിലുണ്ട്, തസ്ബീഹുകൾ കയ്യിലുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ കയ്യിലുണ്ട്, ദുഹാ നമസ്കാരമുണ്ട്, തഹജ്ജുദ് നമസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്. ഖുർആൻ തുറന്നു വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് അല്ലാഹു തആല എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഒരല്പസമയം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, തദബ്ബുറുൽ ഖുർആൻ,
ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാക്കി ഉണ്ടാക്കിയതെല്ലാം പോയി. വവുദിഅൽ കിതാബ്, ഓരോരുത്തരുടെയും കയ്യിൽ അവരുടെ കർമ്മങ്ങളുടെ ബുക്ക് നൽകപ്പെടും. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, അതിലുള്ള എഴുത്തുകൾ കണ്ടിട്ട് മുജ്രിമീങ്ങൾ ഭയന്ന് വിറയ്ക്കും. ഞാൻ ചെയ്ത ഓരോ കർമ്മങ്ങളും അതിൽ എഴുതി. മിമ്മാ ഫീ വയഖൂലൂന, അവർ പറയും യാ വൈലത് യാ വൈലതനാ യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, നമ്മുടെ നാശം, എന്തൊക്കെയാണ് ഈ കിതാബിനകത്തുള്ളത്. ഇതൊക്കെ എഴുതും നമ്മൾ വിചാരിച്ചിട്ട് പോലും എല്ലാം ഒന്നും വിടാതെ, വള്ളി പുള്ളി വിടാതെ, ഒരു കടുകുമണി പോലും വിടാതെ എല്ലാം എഴുതി. യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു പുസ്തകമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതും വലുതും ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, എല്ലാം എഴുതി ചേർത്തിരിക്കുകയാണല്ലോ. മനുഷ്യൻ അന്ന് പ്രയാസപ്പെടും, ദുഃഖിക്കും. വവജദൂ മാ അമിലൂ ഹാദിറാ, ഓരോരുത്തരും ചെയ്തതെല്ലാം അവരുടെ മുമ്പിൽ അവർ കാണും. വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. അള്ളാഹു അവസാനം തീർത്ത് പറഞ്ഞു, അള്ളാഹ് ആരോടും അക്രമം ചെയ്ത. ഇനി അങ്ങനെ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും എഴുതി ചേർത്തിട്ട് അള്ളാഹ് അക്രമം ചെയ്യും എന്ന് വിചാരിക്കണ്ട. മുമ്പ് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തആല അതിലാണ്. അതിൽ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം. അള്ളാഹു നീതിമാനാണ്. നീതി അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം. ആ നീതിമാനായ റബ്ബിന്റെ മുമ്പിലാണ് നമ്മളുടെ അവസാന വിചാരണ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ ഒരു കാര്യം. ഏറ്റവും വലിയ ആശ്വാസമാണ് നീതിമാനായ. വേറെ ആർക്ക് നീതി ചെയ്യാൻ കഴിയും? കാരണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അയാളുടെ ബന്ധുവായിരിക്കും, അയൽവാസിയായിരിക്കും, പരിചയക്കാരനായിരിക്കും. അയാളെ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ അങ്ങനെ പറയും? അല്ലേ? സംഭവിക്കില്ല. ബന്ധങ്ങൾ വരുമ്പോ, സൗഹൃദങ്ങൾ വരുമ്പോ മനുഷ്യൻ ചിലപ്പോ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. അള്ളാഹു തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ, ഏതെങ്കിലും ബന്ധത്തിന്റെ പേരിൽ പോലും നീതിയുടെ വാക്ക് നിങ്ങൾ മാറ്റിക്കളയരുത് എന്ന്. നീതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ നീതിയിലാണ്. വവളഅൽ മീസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഭൗതികമായ അനുഗ്രഹങ്ങൾ ചെയ്തതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് വവളഅൽ മീസാനാണ്. നീതിപൂർവം നിങ്ങളുടെ സാമ്പത്തിക ഇടപാട് മുഴുവൻ നടത്താൻ കഴിയുന്ന ഏകകം അള്ളാഹു തആല ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയത് അള്ളാഹു നിങ്ങളുടെ ലൗകിക സംവിധാനങ്ങളിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇപ്പൊ നീതി അള്ളാഹു അതിന്റെ സമ്പൂർണമായ അവസ്ഥയിൽ നടപ്പിലാക്കും. വലാ യദ്ലിമു റബ്ബുക അഹദാ, അള്ളാഹു തആല ആരോടും അക്രമം ചെയ്യില്ല. ഓരോരുത്തരും എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്തത് അതെല്ലാം അതിൽ രേഖപ്പെടുത്തും. അത് ചെറുതും വലുതും, നല്ലതും മോശമായതും, വാക്കുകള്, പ്രവർത്തനങ്ങള്, വിശ്വാസങ്ങള്, നല്ല മനോഭാവങ്ങള്, നല്ല ചിന്തകള്, നല്ല വിചാരങ്ങള്, നന്മകളുടെ കൂട്ടത്തിൽ പെടുത്താൻ കഴിയുന്ന എന്തെല്ലാം ഉണ്ടോ, ചെറുതും വലുതുമെല്ലാം രേഖപ്പെടുത്തപ്പെട്ട ജീവിതത്തിന്റെ പുസ്തകം ഓരോ മനുഷ്യന്റെ. അപ്പോ ഈ ലോക ജീവിതം എന്താണെന്നും ഈ ലോക ജീവിതം എങ്ങനെ അവസാനിക്കുമെന്നും എത്ര ക്ഷണികമാണെന്നും എത്ര താൽക്കാലികമാണെന്നും ബാഖിയാത്തു സാലിഹാത്ത് എത്ര മഹത്വമുള്ളതാണെന്നും ആ ബാഖിയാത്തു സാലിഹാത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതല്ലാത്തതെല്ലാം എത്ര വലുതാണെങ്കിലും അതെല്ലാം തകർന്നടിഞ്ഞ് തീരുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്ത് നമ്മളോട് പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ബാഖിയാത്തു സാലിഹാത്തിന്റെ വില മനസ്സിലാക്കാൻ, നിലനിൽക്കുന്ന നന്മകൾ ദിക്റുകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, അങ്ങനെ ഏതെല്ലാം വഴിയിലൂടെ നന്മകൾ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, നന്മകൾ ഒരുപാടുണ്ട്. റോഡിൽ കിടക്കുന്ന വസ്തുക്കൾ എടുത്ത് മാറ്റിക്കളയുന്ന നന്മയാണ്, സദഖയാണ്. ഒരാളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുന്ന സദഖയാണ്. ഒരു അസ്സലാമു അലൈക്കും പറയുന്ന സദഖയാണ്. എല്ലാം സദഖകളാണ്, എല്ലാം നന്മകളാണ്. അങ്ങനെ നന്മകള്, അതിരുകളില്ലാത്ത നന്മകളുടെ മാർഗങ്ങൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. ആ നന്മകൾ ചെയ്താൽ അത് നമ്മുടെ കയ്യിലുണ്ടാവും. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്, അല്ലാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുക ആ നന്മകൾ മാത്രമാണ്.
അത്തരം നന്മകളിലൂടെ ഈ ജീവിതത്തെ ധന്യമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.